blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ള എല്ലാവരും ചേർന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, പൂനെയിൽ നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് 36 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അങ്ങയുടെ നാമമഹത്വത്തിനായി സമർപ്പിക്കുന്നു. അപ്പോൾ തന്നെ കൊടകരയിൽ നിന്നുള്ള റാണി ബൈജുവിനായി പ്രാർത്ഥിക്കുന്നു. ദീർഘകാലമായി തുടരുന്ന ശാരീരിക അസുഖങ്ങൾ സൗഖ്യമാകട്ടെ. മാനസിക പ്രയാസങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി കർത്താവെ. ദുബൈയിൽ നിന്നുള്ള ഷിബു ഈപ്പിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ പ്രമോഷൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കൂടാതെ കർത്താവ്, തൻ്റെ സഹോദരന് ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ ലഭിക്കാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വർക്കല ജൂലൈ 1 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. UD ഓഡിറ്റോറിയം, പോസ്റ്റ് ഓഫീസിന് സമീപം, അമ്പലം റോഡ്, വർക്കല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂലൈ 2 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. Today I'm going to speak to you about the gift of God. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ഇതാണ്, ദൈവത്തിന്റെ സമ്മാനം. James chapter 1 verse number 17. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. Every good and perfect gift is from above, coming down from the Father of the heavenly lights, who does not change like shifting shadows. നല്ലതും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉയരത്തിൽ നിന്ന് സ്വർഗീയ പ്രകാശങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന നിഴലുകൾക്ക് തുല്യം അവിടുന്ന് മാറിപ്പോകുന്നവനല്ല. This verse says every good gift, every perfect gift that we enjoy in our lives is coming not from any human source. It's coming from the heavenly Father, who is the Father of all lights. ഈ വചനം ഇപ്രകാരമാണ് പറയുന്നത്, നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നല്ലതും പൂർണ്ണവുമായ എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും അത് സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന്, സ്വർഗീയ പ്രകാശങ്ങളുടെ ഉറവിടമായ പിതാവിൽ നിന്ന് എത്തിച്ചേരുന്നു എന്നാണ് ഈ വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. And every day we receive a lot of gifts from God. So what happens is we become so accustomed to it, we become so used to it, and we no more thank Him. We take it for granted. നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് ഒത്തിരി നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാറുണ്ട്. പക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രാപിക്കുന്നത് കൊണ്ട് അതിൻ്റെ വില നമുക്ക് പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. അതിന് നമ്മൾ പലപ്പോഴും വില കുറച്ച് നമ്മൾ കാണാറുണ്ട്. Our Heavenly Father is so generous, so lavish, that He is always, moment by moment, He is showering physical and spiritual blessings upon us. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് വളരെ ധാരാളിത്തമായി, വളരെ തുറന്ന മനസ്സോടുകൂടെ നമുക്ക് ആത്മീകമായ നന്മകളും ഭൗതികമായ നന്മകളും നൽകുന്ന നല്ലവനായ സ്വർഗീയ പിതാവാണ്. Hallelujah. Hallelujah. Sometimes when a young man or a young woman or a boy or girl receives a wristwatch, he is very happy because for the first time he is receiving a watch.
ഒരു ബാലകൻ ബാലിക അല്ലെങ്കിൽ ഒരു യുവാവ് യുവതി അവർക്ക് ആദ്യമായി അവൾക്കൊരു നല്ലൊരു വാച്ച് കിട്ടുകയാണെങ്കിൽ അവൾ ഭയങ്കരമായി സന്തോഷിക്കും. കാരണം ആദ്യമായിട്ട് അവർക്ക് ലഭിച്ച ഒരു വാച്ചാണ്. You might have received your first watch from your own parents or your uncles or aunties, or someone gifted you. You were so happy. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായി ഇതുപോലൊരു വാച്ച് ലഭിച്ച സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ അങ്കിൾമാർ, ആൻറ്റിമാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾ നിങ്ങൾക്കൊരു വാച്ച് സമ്മാനമായി നൽകിയ ഒരു സമയത്ത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നിട്ടുണ്ടായിരിക്കണം. If you are a person who uses courtesy words, you might have told that person, thank you so much. നന്ദിയുടെ വാക്കുകൾ നിങ്ങൾ പറയുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ താങ്ക് യു എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. But at the same time, when we think of this verse, it says it is coming directly, not from your parents, not from any other person. It's coming from the Heavenly Father. നമ്മൾ വായിച്ച വാക്യം നമ്മൾ ശരിക്കെടുത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ നന്മകൾ വരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നല്ല വരുന്നത്. ഇത് നേരിട്ട് സ്വർഗത്തിലെ നമ്മുടെ പിതാവിൽ നിന്നാണ് നമുക്ക് സകല നല്ല ദാനങ്ങളും വരുന്നത്. Hallelujah. Hallelujah. So we should be able to acknowledge the Heavenly Father, the real source, whenever we receive a gift. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ആ ദൈവത്തിനുള്ള നന്ദി നമ്മൾ എപ്പോഴും അത് തിരിച്ച് പറയേണ്ടതാണ്. Hallelujah. Hallelujah. What about our dress? What about our footwears? What about the other things that we enjoy in our lives? നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ ധരിക്കുന്ന ചെരുപ്പുകൾ, മറ്റ് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന അതിനെപ്പറ്റി നമ്മൾ എന്താണ് പറയുന്നത്? Everything is coming from the Heavenly Father. എല്ലാം വരുന്നത് നമ്മുടെ സ്വർഗ്ഗത്തിലെ പിതാവിൽ നിന്നാണ്. Matthew chapter 7 and verse number 11. മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. If you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give good gifts to those who ask him? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. നിങ്ങൾ ദോഷികളെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നല്ല ദാനങ്ങൾ എത്രയധികം നൽകും. So Jesus is comparing the goodness of human parents with the goodness of the Heavenly Father. യേശു കർത്താവ് ഇവിടെ നമ്മുടെ ഭൂമിയിലുള്ള മാതാപിതാക്കൾ അവരുടെ നന്മയുടെ മനോഭാവവും സ്വർഗത്തിലുള്ള ആ സ്വർഗീയ പിതാവിൻ്റെ ആ നന്മ ചെയ്യുന്ന ആ ഹൃദയവും ഇവിടെ താരതമ്യപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. Hallelujah. Hallelujah. Jesus is asking how much more the Heavenly Father will provide you with good gifts. ഇവിടെ പറയുകയാണ്, യേശു കർത്താവ് പറയുന്നത് നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് എത്രയധികം ആ നന്മകൾ നിങ്ങൾക്ക് കൂടുതലായി നൽകുമെന്ന് യേശു കർത്താവ് ഇവിടെ ചോദിക്കുകയാണ്. Hallelujah. Hallelujah. So every day of our life we are receiving a lot of gifts from the Heavenly Father. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ ഒത്തിരി നന്മകൾ നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്ന് നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. And we should be thankful for that. അതിനോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയുള്ള മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. But when we go through the scriptures, എന്നാൽ നമ്മൾ ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ there are some things that is mentioned very specifically as the gift of God. ദൈവത്തിൽ നിന്നുള്ള നന്മയായി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. I'm going to give you a list of such gifts. അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ ഒരു പട്ടിക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. Here we go. Number 1, eternal life, the Bible says, is a gift from God. ഒന്നാമത്തെയായി നിത്യജീവൻ അത് ദൈവം നൽകുന്ന ഒരു ദാനമാണ്. I'm going to give you 2 verses. One is Romans 6:63. For the wages of sin is death, but the gift of God is eternal life in Christ Jesus our Lord. രണ്ട് വാക്യം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുകയും ഒന്നാമത്തേത് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യജീവൻ തന്നെ. Hallelujah. Hallelujah. The first thing that we should understand is that after this life there comes an eternity. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ജീവിതത്തിന് ശേഷം ഒരു നിത്യത എന്ന് പറയുന്ന ഒരു ജീവിതം വരികയാണ്. After the death we are not going to become extinct, but we are going to enter into another world, and
that world is an eternal world. നമ്മുടെ ജീവിതം ഈ മരണത്തിന് ശേഷം, നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം എന്നും എന്നേക്കുമായി അവസാനിക്കുകയല്ല. നമ്മുടെ മരണം എന്ന് പറയുന്നത് മറ്റൊരു ജീവിതം, നിത്യമായ ഒരു ജീവിതം, അതിൻ്റെ തുടക്കം മാത്രമാണ്. Hallelujah. Hallelujah. So the Bible is speaking about two kinds of eternity. The Bible ഇവിടെ വളരെ വ്യക്തമായി രണ്ട് തരത്തിലുള്ള നിത്യതയെ പറ്റി ബൈബിൾ വ്യക്തമായി പ്രതിപാദിക്കുന്നു. One is the eternity spent with our creator, our God. ഒന്നാമത്തെ നിത്യത എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ ദൈവത്തോടൊപ്പം നമ്മൾ നിത്യകാലം ചെലവഴിക്കുന്നതിനെ പറ്റിയാണ്. And the second one is an eternity away from the creator. രണ്ടാമത്തെ നിത്യത എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിൽ നിന്ന് മാറി, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന നിത്യതയെ പറ്റിയാണ്. The first eternity will be spent in heaven and the second one spent in hell. ഒന്നാമത്തെ നിത്യത എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ നമ്മൾ ആയിരിക്കുകയും രണ്ടാമത്തെ നിത്യത എന്ന് പറയുന്നത് അത് നരകത്തിലുമായിരിക്കും. These are all simple but significant truths. ഇത് വളരെ ലളിതമായ കാര്യമാണ്, പക്ഷേ വളരെ പ്രാധാന്യങ്ങൾ അടങ്ങിയ കാര്യമാണ്. So in this verse we just read that for the wages of sin is death. നമ്മൾ ഈ വാക്യത്തിൽ നമ്മളത് വളരെ വ്യക്തമായി വായിച്ചു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. But the gift of God is eternal life in Christ Jesus. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. So eternal life is a gift. നിത്യജീവൻ എന്ന് പറയുന്നത് അതൊരു ദാനമാണ്. I have received many gifts from many people. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആളുകളിൽ നിന്ന് ഒത്തിരി ദാനങ്ങൾ, ഒത്തിരി സമ്മാനങ്ങൾ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. But I have never paid for gifts. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടിയ ദാനങ്ങൾക്ക്, സമ്മാനങ്ങൾക്ക് അതിൻ്റെ പൈസ ഞാൻ തിരികെ കൊടുത്തിട്ടില്ല. Somebody else gave it. ആരോ അതിൻ്റെ വില കൊടുത്തു. When I give a gift to someone, I pay the bill. ഞാൻ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബില്ല് പേ ചെയ്യുന്നത് ഞാനാണ്. This is very important. When the Bible says eternal life is a gift, you don't need to pay anything for that. ഇത് വളരെ വ്യക്തമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിത്യജീവൻ അത് സൗജന്യമായി നൽകപ്പെടുകയാണെങ്കിൽ അതിനുവേണ്ടി ആർക്കും നിങ്ങൾ അതിന് വിലയായി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. Hallelujah. Hallelujah. It is a free gift. അതൊരു സൗജന്യമായ ദാനമാണ്. What you have to do is just stretch your hands and receive it. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കരങ്ങളെ നീട്ടി ആ സൗജന്യ ദാനത്തെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. Hallelujah. Hallelujah. ഈ വർഷത്തെ നമ്മുടെ ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് ജൂലൈ 6 ബുധനാഴ്ച നടക്കുകയാണ്. ഐ റിയലി വോണ്ട് ടു ഇൻവൈറ്റ് യു പേഴ്സണലി. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ, ഇഫ് യു ആർ എ ഹസ്ബൻഡ് ഓർ എ വൈഫ്, പ്ലീസ് കം ആൻഡ് അറ്റൻഡ് ദിസ് കോൺഫറൻസ്. ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് തൻ്റെ കൈകൾ ഒരു കൈ ഭർത്താവിൻ്റെ മേലും ഒരു കൈ ഭാര്യയുടെ മേലും വെച്ച് ആദിയിൽ അനുഗ്രഹിച്ചതുപോലെ കർത്താവ് നിങ്ങളെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും. സോ ഫോർഗെറ്റ് ഓൾ എക്സ്ക്യൂസസ്. ഡു രജിസ്റ്റർ യുവർ നെയിംസ് ടുഡേ ഇറ്റ്സെൽഫ് ആൻഡ് കം പ്രേയർഫുള്ളി. ഇപ്പോഴേ പ്രാർത്ഥിക്കുക, കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തെ പണിയണമേ. പ്രാർത്ഥനയോടുകൂടെ ഈ കോൺഫറൻസിലേക്ക് വന്നു ചേരുക. ഡെഫിനറ്റ്ലി ദ ലോർഡ് ജീസസ് will bless you. On every birthday of yours, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന ഓരോ ജന്മദിനത്തിലും, every year maybe you receive a lot of gifts from your friends and your relatives. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി സമ്മാനങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരിൽ നിന്ന്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിൽ നിന്ന് മേടിക്കാറുണ്ടായിരിക്കും. A table lamp is coming, ഒരു ടേബിൾ ലാമ്പ് വരികയാണ്, or a beautiful poster or picture is coming. ഓരോ ജന്മദിനത്തിലും ഏതെങ്കിലും നല്ല മനോഹരമായ പിക്ചറുകൾ ലഭിക്കും. Beautiful flower vase is coming. ഒരുപക്ഷെ നല്ല മനോഹരമായ ഫ്ലവർ വേസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. And you just stretch your hands and receive it and say thank you so much, thank you so much. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കൈകൾ നീട്ടിയിട്ട് അത് മേടിച്ചിട്ട് പറയുന്നു വളരെ നന്ദിയുണ്ട് എന്ന് നിങ്ങൾ പറയാറുണ്ട്. In the same way, അതുപോലെ തന്നെ you have to just receive the gift of God, which is salvation or eternal life, and thank the Lord. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ കരങ്ങൾ ചുമ്മാ നീട്ടിയിട്ട് ദൈവത്തിന് സൗജന്യമായി നൽകുന്ന ആ നിത്യജീവനെ, ആ രക്ഷയെ പ്രാപിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. You don't need to pay any money for that. അതിനുവേണ്ടി നിങ്ങൾ ഒരു പണവും മുടക്കേണ്ട You ആവശ്യമില്ല. don't need to work hard for that. അതിനുവേണ്ടി ഒത്തിരി അധ്വാനിക്കേണ്ട ആവശ്യമില്ല. You don't need to do anything for that. അതിനുവേണ്ടി നിത്യജീവൻ കിട്ടുന്നതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട Just ആവശ്യമില്ല. believe and receive. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളത് വിശ്വസിക്കുക, സൗജന്യമായി പ്രാപിക്കുക. Ephesians chapter number 2.
എഫെസ്യർക്കെതിരെ 2-ാം അധ്യായം verses 8 and 9. അതിന്റെ 8-9 വാക്യങ്ങൾ. For it's by grace ye have been saved through faith, and this is not from yourselves, it is a gift of God, not by works, so that no one can boast. കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങളല്ല കാരണം, ദൈവത്തിന്റെ ദാനമത്രേ. ആരും അഹങ്കരിക്കാതിരിപ്പാൻ അത് പ്രവൃത്തികളാൽ ലഭിച്ചതുമല്ല. Hallelujah. Hallelujah. So we receive the gift of God, this eternal life, not because of our merits, not because of our charity, not because being good, but it is just a gift. We don't need to do anything for that. നമ്മൾക്ക് ഈ നിത്യജീവൻ ലഭിക്കുന്നത് നമ്മൾ എന്തെങ്കിലും നന്മ പ്രവർത്തിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒത്തിരി അധ്വാനിക്കുമ്പോൾ, ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുമല്ല ലഭിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് സൗജന്യമായിട്ടാണ് ആ ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. Can you shout a hallelujah? കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും, And say thank you Jesus. കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാൽ നന്ദി യേശുവേ എന്ന് പറഞ്ഞാലും, Hallelujah. ഹല്ലേലൂയ. Number 2, the second gift is the living water from God. രണ്ടാമത്തെ സൗജന്യമായ ദാനം എന്ന് പറയുന്നത് ജീവന്റെ ജലമാണ്. Write down John chapter 4 verse number 10. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. Jesus answered her, if you knew the gift of God and who it is that asks you up for a drink, you would have asked him and he would have given you living water. യേശു അവളോട് ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അയാളോട് ചോദിക്കുകയും അയാൾ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. You know the story of the Samaritan woman. ഇവിടെ ശമരിയക്കാരിയായ സ്ത്രീയുടെ കഥയെ പറ്റി നമുക്കറിയാം. Jesus was talking to her at a well called Jacob's well. ഇവിടെ യാക്കോബിന്റെ കിണർ എന്ന് പറയുന്ന ആ കിണറിന്റെ അരികിൽ നിന്ന് യേശു കർത്താവ് അവളോട് സംസാരിക്കുകയാണ്. The lady had come there to draw some water. ആ സ്ത്രീ അവിടെ വന്നത് കുറച്ച് വെള്ളം കോരുന്നതിന് വേണ്ടിയാണ്. First Jesus asked some water from her. ആദ്യം അവളോട് കുറച്ച് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി യേശു ആവശ്യപ്പെട്ടു. But usually there was no give and take between the Samaritans and the Jews. സാധാരണയായി ശമര്യക്കാരും യഹൂദന്മാരും തമ്മിൽ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഒന്നും അന്നത്തെ കാലത്ത് നിലനിൽക്കില്ല. She was a little confused in the beginning. ആദ്യ തുടക്കത്തിൽ അവൾ ഒത്തിരി സംശയത്തിനിടയായി തീർന്നു. But step by step she understood that he was not an ordinary Jewish man, he was the Messiah. അവൾ പതുക്കെ അവൾ മനസ്സിലാക്കി സാധാരണ നിലയിലുള്ള ഒരു യഹൂദക്കാരനല്ല അവൻ യഥാർത്ഥത്തിൽ മശിഹയാണ്. Hallelujah. Hallelujah. This Samaritan lady came to that well to get some water. ഈ ശമരിയക്കായ സ്ത്രീ അവിടെ വന്നത് കുറച്ച് വെള്ളം കോരുന്നതിന് വേണ്ടിയാണ്. But Jesus says, okay, this is for bathing, this is for drinking, this is for washing, but I'm going to give you another water, living water, which will well up inside of you and you will never be thirsty again. യേശു കർത്താവ് പറയുകയാണ്, നീ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെള്ളം എടുക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഞാൻ നിനക്ക് മറ്റൊരു ജലം നൽകാൻ പോവുകയാണ്. അത് ജീവന്റെ ജലമാണ്. അത് നിന്റെ ജീവിതത്തിൽ നിത്യജീവനിലേക്ക് നിറഞ്ഞു വരുന്ന ആ ഒരു ജീവന്റെ ജലമായി ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി നൽകാൻ പോവുകയാണ്. Revelations 22 verse number 17, the Spirit and the bride say, come, and let the one who hears come, let the one who is thirsty come, and let the one who wishes take the free gift of water of life. വെളിപ്പാട് 22:17 പറയുന്നു, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. Hallelujah. Hallelujah. So Jesus is offering these living waters as free gift. യേശു കർത്താവ് ഈ ജീവന്റെ ജലം അത് സൗജന്യമായ ഒരു ദാനമായി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. Hallelujah. Hallelujah. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival,
July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വർക്കല ജൂലൈ 1 വെള്ളി സമയം രാവിലെ 10 മുതൽ 1 മണി വരെ UD ഓഡിറ്റോറിയം പോസ്റ്റ് ഓഫീസിന് സമീപം അമ്പലം റോഡ് വർക്കല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂലൈ 2 ശനി സമയം രാവിലെ 10 മുതൽ 1 മണി വരെ ഷാരോൺ ഓഡിറ്റോറിയം എലൈറ്റ് ഹോട്ടലിന് സമീപം തിരുവല്ല. സഹോദരിയുടെ പേര് സ്മിത, ഹസ്ബൻഡിൻ്റെ പേര് ഷാജി. ഇവർ കാലിക്കറ്റാണ് ഉള്ളത്. ഇവർക്ക് ചില വർഷങ്ങൾക്ക് മുൻപ് വിവാഹത്തിന് ശേഷം ആദ്യത്തെ കുഞ്ഞുണ്ടായി. അത് 7-ാം മാസത്തിൽ ആ കുഞ്ഞിനെ ഇവർക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം പ്രഗ്നൻ്റ് ആയി. അത് 9-ാം മാസം ആ കുഞ്ഞ് ജനിച്ചു. 13-ാമത്തെ ദിവസം ശ്വാസ തടസ്സം മൂലം ആ കുഞ്ഞു മരണപ്പെട്ടു. രണ്ടാമത്തെ കുഞ്ഞും നഷ്ടപ്പെട്ടു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ സഹോദരിക്ക് ഹൈപ്പർ ടെൻഷൻ, പ്രഷറിൻ്റെ ഒരു കടുത്ത അസുഖം തനിക്ക് ആ പ്രഗ്നൻസി പീരീഡിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയധികം കോംപ്ലിക്കേഷനും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. ഇവർ അങ്ങനെ ഭർത്താവിന് തിരുവനന്തപുരത്തേക്ക് ജോലി കിട്ടി. ഇവർ തിരുവനന്തപുരത്ത് ചെന്നു. അവിടെ ചെന്നതിന് ശേഷം ഈ സഹോദരി വീണ്ടും പ്രഗ്നൻ്റായി. 2014 സഹോദരി വീണ്ടും പ്രഗ്നൻ്റായി. 2014 ഈ സഹോദരി അവസാന മാസങ്ങളിൽ അവിടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ബിഷപ്പ് പെരേര ഹാളിൽ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി വരുന്ന സമയത്ത് ഏകദേശം 4-ാം മാസം ഈ സഹോദരി പ്രഗ്നൻ്റ് ആയിരുന്നു. അവിടെ വന്ന സമയത്ത് സഹോദരി ബ്രദർ ഡാമിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച സമയത്ത് സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിറവൽ പോലെ തനിക്ക് അനുഭവപ്പെട്ടു. അന്ന് താൻ അത് കഴിഞ്ഞ് പോയി. ഈ സഹോദരിയുടെ ഡോക്ടർ പറഞ്ഞത് ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ളത് കൊണ്ട് ഏകദേശം 450 രൂപ വിലയുള്ള ഒരു ഇഞ്ചക്ഷൻ അതെല്ലാ ദിവസവും പ്രഗ്നൻസി തീരുന്നത് വരെ എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ ദിവസവും എടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇവരത് മുടങ്ങാതെ അത് എടുത്തു പോന്നു. ഏകദേശം പ്രഗ്നൻസി ഇവരുടെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത് ഡിസംബർ 26-ാം തീയതിയായിരുന്നു. കഴിഞ്ഞ 2015 ഡിസംബർ 26-ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് പറഞ്ഞത്. അതിനിടയിൽ ഇവർ സ്ഥിരമായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്നുണ്ട്. നമ്മുടെ എൻ്റെ പ്രാർത്ഥനാ ഡയറിയിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഡിസംബർ 25-ന് തനിക്കൊരു പെയിൻ പോലെ വന്നിട്ട് ഇവർ വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് 26-ാം തീയതി സിസേറിയൻ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അപ്പോൾ പെയിൻ വന്നിട്ട് ഇവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സഹോദരി രാവിലെ തന്നെ ഭക്ഷണവും കഴിച്ചിരുന്നു, അതുപോലെ തന്നെ ഇഞ്ചക്ഷനും എടുത്തിരുന്നു. ഡോക്ടേഴ്സ് പെട്ടെന്ന് പറഞ്ഞു ഡെലിവറി ടൈമായി, അതുകൊണ്ട് സിസേറിയൻ ചെയ്യണം. പക്ഷെ ഭക്ഷണവും ഈ മരുന്നും കഴിച്ചതുകൊണ്ട് ഇവർ പറഞ്ഞു വളരെയധികം കോംപ്ലിക്കേഷൻ അതിൽ സിസേറിയനിലുണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ലഭിക്കില്ല. അതുപോലെ പറഞ്ഞിരുന്നു ഈ പൊക്കിൾ കൊടിയുടെ ചുറ്റുമാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞരമ്പിന് ഒരു സാധാരണ ഇങ്ങനെ സംഭവിക്കുന്ന ഓപ്പറേഷൻ ഒരു ഞരമ്പിന് കോട്ടം വന്നിട്ട് അമ്മയ്ക്കും സാരമായ തകരാറ് പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. വീട്ടുകാരെല്ലാം ഭയങ്കരധികം ഭയപ്പെട്ടു. പക്ഷേ ഈ സഹോദരി ഈ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് TV പ്രോഗ്രാമിലൂടെയും സ്ഥിരം കണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഈ സഹോദരിക്ക് യാതൊരു ഭയവും ഇല്ലായിരുന്നു. ഇവർ പ്രെയർ കോൾ സെൻറ്ററിലൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവർ പറയുന്നത് അല്പം മണിക്കൂറുകൾക്കുള്ളിൽ സഹോദരിയുടെ ഡെലിവറി കഴിഞ്ഞു. പരിപൂർണമായിട്ടും യാതൊരുവിധ കുഴപ്പമില്ലാതെ തൻ്റെ ആ ഡെലിവറി പൂർത്തിയാക്കി ഇവർക്കൊരു മകളെ ലഭിച്ചു. എന്നാൽ മകളെ ലഭിക്കുക മാത്രമല്ല, മുൻപ് രണ്ടാമത്തെ കുഞ്ഞിനുണ്ടായതുപോലെ ഈ കുഞ്ഞിനും കടുത്ത ശ്വാസതടസ്സം ആരംഭിച്ചു. ഇവരുടനെ തന്നെ കുഞ്ഞിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഇവരുടെ ഭർത്താവ് നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം ചെയ്ത അത്ഭുതം, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞിനെ പരിപൂർണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി. ഇപ്പോൾ ആ കുഞ്ഞിന് 1.25 വയസ്സുണ്ട്. ഇത്രയും കോംപ്ലിക്കേഷൻ നടുവിലും കർത്താവ് അത്ഭുതകരമായി അവരെ സൗഖ്യമാക്കി അവർക്കൊരു കുഞ്ഞിനെ നൽകുവാനായിട്ട് ഇടയായി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് 2016.
ജൂലൈ 6 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും മറ്റ് പ്രഗത്ഭരായ ഫാമിലി കൗൺസിലേഴ്സും ക്ലാസുകൾ നയിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ കൈ നീട്ടി സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ്, ഈ ബ്ലെസ്സിംഗ് ടുഡേ കിടന്നുകൊണ്ട് കാണുന്ന ചില വ്യക്തികൾ, ഒന്ന് നട്ടലിൻ്റെ തകരാറ് മൂലം പ്രയാസമുള്ളവർ, മറ്റേതൊക്കെയോ രോഗങ്ങളാൽ ശരീരം വളരെയധികം ക്ഷീണിച്ച് കട്ടിൽ തന്നെ കിടക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി അവർ എഴുന്നേൽക്കട്ടെ, വിടുതലുണ്ടാകട്ടെ. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴുന്ന ചില വ്യക്തികൾ, പൂർണ്ണ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. കരൾ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകും. വൃക്കകത്തുള്ള, കിഡ്നികൾക്കകത്തുള്ള കല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ വെളിയിലേക്ക് പോട്ടെ. ചില മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. താങ്ക് യു ലോർഡ്. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ സകല രോഗങ്ങൾക്കും അങ്ങൊരു ഡോക്ടറായതുകൊണ്ട് അങ്ങ് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ കർത്താവ് അങ്ങ് പകരുന്നതിനാൽ നന്ദി. ഏത് വിഷയത്തിനും വിടുതൽ കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തേത് കാണാൻ മറക്കരുത്. ബ്ലെസ്സിംഗ് ടുഡേയെ കുറിച്ച് ഒരാളോടെങ്കിലും ഇന്ന് തന്നെ പറയുക. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരാതിരിക്കരുത്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.